ഗുഡ് മോർണിംഗ്. ഓക്കെ, ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ടോ? ഇല്ല അല്ലേ? ഷെയർ ചെയ്യാനായിട്ടേ ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ കേട്ടോ. ഞാനൊരു 2-3 മിനിറ്റ് ആയി ഞാനിവിടെ ഇരുന്നത് ഷെയർ ചെയ്യാൻ നോക്കുക, പക്ഷെ ഷെയറിങ് ആവള്ള. ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ കേട്ടോ. ടെക്സ്റ്റ് ഒന്ന് എടുത്തു വെച്ചോ കേട്ടോ. ടെക്സ്റ്റ് നിങ്ങൾ അപ്പത്തേക്ക് എടുത്തു വെച്ചോ. ഷെയറിങ് നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താ നോക്കോ? ഇല്ലേ ടെക്സ്റ്റ്? എന്താ അവിടെ എന്താ വലിയ മാറിക്കിടക്കാന്ന് തോന്നുന്നു. ഷെയറിങ് പറ്റണില്ല. ടെക്സ്റ്റ് എടുത്ത് വെക്കുമോ എന്നാ നിങ്ങള്? ഞാനിവിടെ ഓൾറെഡി സ്ക്രീൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളിലേക്ക് അത് ഷെയർ ആവുന്നില്ല. എല്ലാവർക്കുടെയും കയ്യിലില്ലേ ടെക്സ്റ്റ്? ഞാൻ ഒന്നുകൂടി നോക്കട്ടെ കേട്ടോ. ടെസ്റ്റ് കഴിഞ്ഞ ദിവസം എടുത്തത് നിങ്ങളൊന്ന് വായിച്ചു നോക്കേ.
ഇപ്പൊ ഓക്കെ ആണോ നിങ്ങക്ക്? ഓക്കെ ആണോ? എന്തോ സിസ്റ്റത്തിൽ മാറിക്കിടക്കായിരുന്നു. കുറെ നേരമായി ഇങ്ങനെ ട്രൈ ചെയ്യുന്നു, പക്ഷെ അത് ശരിയാവുണ്ടായിരുന്നില്ല. ഓക്കെ, നിങ്ങൾക്കത് ഷെയർ ചെയ്തത് 6ാമത്തെ ചാപ്റ്റർ അല്ലേ? ലാസ്റ്റ് സെക്ഷനിലല്ലേ നമ്മൾ കഴിഞ്ഞു. ഇൻഫന്റ് മോർട്ടാലിറ്റി, ബാലൻസ് ഒക്കെ കഴിഞ്ഞ് ചലഞ്ചസ് ഓക്കെ അല്ലേ? ഓക്കെ, വായിച്ചു നോക്കിയോ കഴിഞ്ഞ ദിവസമൊക്കെ എടുത്തത്? ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡൻസ് ഈസ് യൂസ്ഫുൾ. പാർട്സുകൾ നോക്കിയില്ലേ? Pathogenesis to find the disease distribution, to control disease, to restrain and the therapeutic measures in health policies making. Okay, next challenges are challenges of health and hospital administration. Health and hospital administration നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? Challenges of health and hospital administration. Health and hospital administration നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? Okay, the technological progress in the field of medical science have overturned in our social, economic and political policies and have provided the clinician with the newly discovered aids for diagnosis and treating illness. എന്താണ് നമുക്കറിയാം, ഇപ്പൊ മെഡിക്കൽ സയൻസിലെ പുതിയ പുതിയ ടെക്നോളജികൾ അല്ലെ? പണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിരുന്ന സിസ്റ്റം ആണോ ഇപ്പോ? അല്ലെ, ടെക്നോളജി ഡെവലപ്പ് ചെയ്തു, ടെക്നോളജിക്കൽ പ്രോഗ്രസ്, ഒത്തിരി പുരോഗതികൾ ഉണ്ടായിട്ടില്ലേ? പണ്ട് നമ്മൾ ചീട്ടെടുക്കണം എന്താണ് അല്ലെ? രാവിലെ തുടങ്ങി ഹോസ്പിറ്റലിൽ പോയി നിൽക്കുക, ക്യൂ നിന്ന് ചീട്ടെടുത്ത് പിന്നെ നമ്മളത് റെക്കോർഡ് എടുത്ത് ഒക്കെ വേണം. ഇപ്പൊ ഒന്നും വേണ്ട, ജസ്റ്റ് നമുക്ക് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കാം, കറക്റ്റ് സമയത്ത് എല്ലാ ഡോക്ടറിനെ കാണുക, പോരുക അല്ലെ? എല്ലാരും നമുക്ക് അത്രയും എന്താ പറയാ ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. അപ്പൊ നമ്മുടെ മെഡിക്കൽ സയൻസിലെ ടെക്നോളജിക്കൽ പ്രോഗ്രസ്, മെഡിക്കൽ സയൻസിലെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് നമ്മുടെ സോഷ്യൽ സാമൂഹികമായിട്ടുള്ള, എക്കണോമിക് സാമ്പത്തികമായിട്ടുള്ള, പൊളിറ്റിക്കൽ പോളിസീസിനെ എന്ത് ചെയ്തു? ഓവർടേൺ. ഓവർടേൺ എന്ന് പറഞ്ഞാൽ തകിടം മറിക്കുക, ഇതിനെ തകിടം മറിച്ചു. And have provided the clinician with the newly discovered aids. അവിടെ ക്ലിനിഷ്യൻ എന്ത് കൊടുത്തു? ന്യൂലി ഡിസ്കവേർഡ് എയ്ഡ്സ്, പുതുതായി കണ്ടെത്തിയിട്ടുള്ള എയ്ഡ്സ് അല്ലെ? ഹെൽപ്പ് ചെയ്യുന്ന, ഇപ്പൊ പണ്ടത്തെ രീതി പോലെയല്ല ഡോക്ടർ നമ്മളെ നോക്കുന്നത് അല്ലെ? ഇപ്പൊ എന്താ ഡോക്ടറിനാണെങ്കിലും കൈകൊണ്ടൊന്നും എഴുതണ്ട, നമ്മുടെ ഇതിന്റെ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ നേരെ കമ്പ്യൂട്ടറിലേക്കാണ് കൊടുക്കുന്നത് അല്ലെ? അതുപോലെ എല്ലാ റിപ്പോർട്ടുകൾ കാര്യങ്ങൾ നോക്കുന്നത് എല്ലാം, അതായത് പുതുതായിട്ട് കണ്ടെത്തിയ എയ്ഡ്സ് എന്ത് ചെയ്തു? ക്ലിനിഷ്യന് പ്രൊവൈഡ് ചെയ്തു. എന്തിനു? ഫോർ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റിംഗ് ഇൽനസ്, രോഗനിർണയത്തിനും രോഗങ്ങളുടെ ട്രീറ്റ്മെന്റിനും പുതുതായി കണ്ടെത്തിയിട്ടുള്ള എയ്ഡ്സ് എന്ത് ചെയ്തു? ആ ക്ലിനിഷ്യന് പ്രൊവൈഡ് ചെയ്തു. അതാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു മെഡിക്കൽ സയൻസിലുള്ള ടെക്നോളജിക്കൽ പ്രോഗ്രസ് നമ്മുടെ സാമൂഹിക, സാമ്പത്തിക, പൊളിറ്റിക്കൽ പോളിസികളെ തകിടം മറിക്കുകയും അത് അവിടെ നമ്മൾ ആ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായില്ലേ? അങ്ങനെ ആ ക്ലിനിഷ്യന് പുതുതായി കണ്ടെത്തിയിട്ടുള്ള ആ എയ്ഡ്സ് ഡയഗ്നോസിനും ആ രോഗനിർണയത്തിനും അതുപോലെ ട്രീറ്റ്മെന്റിനും, ആ ഡിസീസിന് അതിന്റെ ട്രീറ്റ്മെന്റിനും ഒക്കെ പുതുതായി കണ്ടെത്തിയിട്ടുള്ള എയ്ഡ്സ് ആൾക്ക് ആ ക്ലിനിഷ്യന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. Demand from the clinician and community to provide newly discovered technological capabilities in the hospital and health service system. അപ്പൊ ആര് ഡിമാൻഡ് ചെയ്തു? ക്ലിനിഷ്യനും കമ്മ്യൂണിറ്റിയും. ക്ലിനിഷ്യനും കമ്മ്യൂണിറ്റിയും ഡിമാൻഡ് ചെയ്തു എന്ത്? ടു പ്രൊവൈഡ് ന്യൂലി ഡിസ്കവേർഡ് ടെക്നോളജിക്കൽ കാപ്പബിലിറ്റീസ്, പുതുതായിട്ട് കണ്ടെത്തിയ ആ ടെക്നോളജി അല്ലെ? ആ ടെക്നോളജിക്കൽ സാങ്കേതിക കഴിവുകൾ, technological capabilities
സാങ്കേതിക കഴിവുകൾ നൽകണമെന്ന് ആര് ക്ലിനിഷ്യനും കമ്മ്യൂണിറ്റിയും ഡിമാൻഡ് ചെയ്തു. അല്ലെ, ക്ലിനിഷ്യനും അത് ഓക്കെ അല്ലേ? അല്ലെ, സിമ്പിൾ ആണ്. പിന്നെ അതുപോലെ നമുക്കാണെങ്കിലും പേഷ്യൻസ് ആണെങ്കിലും നല്ല ഫെസിലിറ്റി, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അവരങ്ങനെ പുതുതായിട്ട് കണ്ടെത്തിയിട്ടുള്ള ആ സാങ്കേതിക കഴിവുകള് നൽകണമെന്ന് ക്ലിനിഷ്യനും കമ്മ്യൂണിറ്റിയും എന്ത് ചെയ്തു, ആവശ്യപ്പെട്ടു. ഇത് ജസ്റ്റ് ഒരു ഹിസ്റ്ററി പോലെ ഒന്ന് മനസ്സിലാക്കി വെക്കാട്ടോ ഇത്. It has been noted that at least half of the last decade's rise in the medical cost is imputable to high technology medicine, especially diagnosis and surgical procedure. നമുക്കറിയാം എന്താ ഈ നമുക്ക് ഈ ഇപ്പൊ പണ്ടത്തെ ആ ഒരു ഇതാണോ നമുക്ക് കോസ്റ്റുകള്, മെഡിക്കൽ കോസ്റ്റ്, മെഡിക്കൽ കോസ്റ്റ് എങ്ങനെയാ? കുറച്ച് നാളുകൾ കഴിഞ്ഞ ദശാബ്ദങ്ങളായിട്ട് ഈ മെഡിക്കൽ കോസ്റ്റുകൾ ഉയർന്നു അല്ലെ. കഴിഞ്ഞ ദശകങ്ങളിൽ കുറഞ്ഞത് പകുതിയോളം, അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദ ലാസ്റ്റ് ഡെക്കേഡ്സ്, കഴിഞ്ഞ ദശകങ്ങളില് കുറഞ്ഞത് പകുതിയോളം മെഡിക്കൽ ചെലവുകൾ ഉയർന്നത് എന്തിന്റെ ആ ഒരു സാങ്കേതിക വിദ്യയുടെയും അതുപോലെ ഡയഗ്നോസിസ് സർജിക്കൽ പ്രൊസീജിയർ, എസ്പെഷ്യലി ഡയഗ്നോസിസ് ആൻഡ് സർജിക്കൽ പ്രൊസീജിയറിൽ ഈ നല്ലൊരു മെഡിക്കൽ ടെക്നോളജി ഉയർന്നത് കൊണ്ടാണ് ആ മെഡിക്കൽ കോസ്റ്റ് ഉയർന്നത്. പണ്ടത്തെ ആ ഒരു ഇതാണോ ഇപ്പൊ നമുക്ക് അറിയാം, ഹോസ്പിറ്റലിൽ ചെന്ന പണ്ടത്തെ ആ ഒരു ഇതാണോ നമുക്ക് ട്രീറ്റ്മെന്റിനൊക്കെ വരുന്ന പൈസ ആണോ? കോസ്റ്റ് ഉയർന്നില്ലേ? മെഡിക്കൽ ചെലവുകൾ കൂടിയില്ലേ? എന്തുകൊണ്ടാ ടെക്നോളജി ഡെവലപ്പ് ചെയ്തു അല്ലെ. ഡയഗ്നോസിസ് പ്രത്യേകിച്ച് പറഞ്ഞേക്കാണ്, എസ്പെഷ്യലി ഡയഗ്നോസ്റ്റിക് ആൻഡ് സർജിക്കൽ പ്രൊസീജിയറിൽ ഈ ടെക്നോളജി, നല്ല ടെക്നോളജികൾ വന്നതോടുകൂടി അവിടെ മെഡിക്കൽ കോസ്റ്റും എന്ത് ചെയ്തു, ഉയർന്നു. ഇൻ സ്പൈറ്റ് ഓഫ് ദ ഹൈ കോസ്റ്റ്, എന്നാൽ ഈ കോസ്റ്റ് അപ്പൊ അവിടെ ആ ഒരു ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ബിൽഡ് ചെയ്യാനാണെങ്കിൽ പോലും എന്താ പണ്ടത്തെ ആ ഒരു ഇത് പറ്റൂല, എന്നുവെച്ചാൽ പുതിയ പുതിയ ടെക്നോളജികൾ കൊണ്ടുവരണം, അതിനൊക്കെ ഒത്തിരി പൈസയാവും. അപ്പൊ അങ്ങനെ ആ വലിയൊരു കോസ്റ്റിലും the commercial firms and corporate bodies are noting the state of the hospital within the newest medical technology with the economic return and increasing. അപ്പൊ അങ്ങനെ കോസ്റ്റ് കൂടുതലായെന്ന് കരുതി ഹോസ്പിറ്റലുകൾ കുറഞ്ഞോ? അപ്പൊ ഇങ്ങനെ ഉയർന്ന ആ ഒരു ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യാനാണെങ്കിൽ പോലും നമ്മൾ ഈ ടെക്നോളജി കൂടുതൽ വന്നതോടുകൂടി അതിന്റെ കോസ്റ്റ് കൂടുതലാ. പക്ഷെ ഈ ഉയർന്ന ആ ചെലവുകൾക്കിടയിലും അതുപോലെ നമുക്ക് ഈ കൊമേഴ്ഷ്യൽ ഫേംസ്, വാണിജ്യ സ്ഥാപനങ്ങള്, കോർപ്പറേറ്റ് ബോഡീസ് ഒക്കെ എന്താ പുതിയ മെഡിക്കൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് തന്നെ കുറെ സാമ്പത്തിക ലാഭത്തോടു കൂടി തന്നെ ഹോസ്പിറ്റലുകള് എന്താ നിർമ്മിക്കാനായിട്ട് അല്ലെ, അല്ലെങ്കിൽ ഹോസ്പിറ്റല് ഇൻക്രീസ് ചെയ്യാൻ എക്കണോമിക് റിട്ടേൺ ആണ് ഇൻക്രീസിങ്. അപ്പൊ ഹോസ്പിറ്റൽ നിർമ്മിക്കുന്നത് കൂടി ഈ ഉയർന്ന ചെലവുകളാണെങ്കിൽ പോലും എന്താണ് ഈ കൊമേഴ്ഷ്യൽ ഫേംസ്, കോപ്പറേറ്റീവ്സ്, ബോഡീസ് എന്ത് ചെയ്യുന്നു, ആ ഹോസ്പിറ്റലുകൾ ബിൽഡ് ചെയ്യുന്നത് അതിന്റെ എന്താ പറയാ അത് ഇൻക്രീസ് ചെയ്തു, അത് കൂടി. അപ്പൊ അന്നൊക്കെ this proves the growing level of the healthcare awareness among the people and the utilization of such services by the people from the private sector too. അപ്പൊ ഇങ്ങനെ വന്നോളൂ. അപ്പൊ ഇങ്ങനെ ആയിപ്പോഴ് ജനങ്ങൾക്കിടയിൽ എന്താണ് ഒരു ഹെൽത്ത് കെയർ അവയർനെസ് വളരാനായിട്ട്. അപ്പൊ ഈ ഹെൽത്ത് കെയർ അവയർനെസ് വളരുന്നതിനും ഈ സ്വകാര്യ മേഖലയിൽ, പ്രൈവറ്റ് സെക്ടർ, സ്വകാര്യ മേഖലയിലുള്ള ആളുകള് അത്തരം സേവനങ്ങള് പ്രയോജനപ്പെടുത്തുമെന്നും ഇത് പ്രൂവ് ചെയ്തു, ഇത് തെളിയിക്കുന്നു ഈ ഇത് വന്നതോടുകൂടി. This proves that growing level of the healthcare awareness among the people and the utilization of service ഉപയോഗിക്കുന്നത് by the people from the private sector too. പ്രൈവറ്റ് സെക്ടറിലുള്ള, പൊതുമേഖലയിലുള്ള അതായത് പ്രൈവറ്റ് സ്വകാര്യ മേഖലയിലുള്ള ആളുകള് ഈ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതും ഇത് തെളിയിക്കുന്നു. ഇതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടാണില്ല കേട്ടോ, ഇതൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാറില്ല, ജസ്റ്റ് എന്താന്ന് മാത്രം മനസ്സിലാക്കി വെക്കാം. It shows that there is increasingly more and more supremacy by the consumer. അതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടേ. അപ്പൊ ഈ കാര്യം എന്താ തെളിയിക്കുന്ന അവിടെ
കൂടുതൽ സുപ്രീമസി മേൽക്കോയ്മ ആർക്ക് കൊടുക്കണം? ആർക്ക് കൊടുക്കണം? ഹോസ്പിറ്റലിലെ കൂടുതൽ മേൽക്കോയ്മ ആർക്ക് കൊടുക്കണം? കൺസ്യൂമറിന്. അല്ലേ? ആർക്ക് കൊടുക്കണം? കൺസ്യൂമറിന് വേണം. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരാ? പേഷ്യൻസിന് കൊടുക്കണം. സുപ്രീമസി ആർക്ക് കൊടുക്കണം? കൺസ്യൂമറിന് അല്ലെങ്കിൽ പേഷ്യന്റ്. റാദർ ദാൻ പ്രൊവൈഡേഴ്സ് ഓർ പ്രൊസീജിയർ ഇൻ മെഡിക്കൽ പ്രാക്ടീസസ്. ഏതിനേക്കാളും? ഏതാണ്? അവിടത്തെ പ്രൊവൈഡേഴ്സിനേക്കാളും അല്ലെങ്കിൽ പ്രൊസീജിയറിനേക്കാളും സുപ്രീമസി ആർക്ക് കൊടുക്കണം? കൺസ്യൂമറിന് കൊടുക്കണം. അതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. അപ്പൊ ഹോസ്പിറ്റലില് നമ്മള് സുപ്രീമസി പേഷ്യന്റിന് തന്നെയാണ് കൊടുക്കേണ്ടത്. പ്രൊവൈഡ് ചെയ്യുന്നവരെക്കാളും അവിടുത്തെ പ്രൊസീജിയറിനേക്കാളും സുപ്രീമസി ആർക്ക് കൊടുക്കണം? കൺസ്യൂമറിന് കൊടുക്കണം. ഇത് നോക്കിയേ, ഹോസ്പിറ്റൽ including to provide more and more reputed services in one discipline or other than the holistic institution of healthcare with a multidisciplinary medical team like eye, ENT, general surgery, etc., resulting it to be a profit-oriented business establishment. എന്താ പറഞ്ഞേക്കുന്നത്? ഐ, ENT, ജനറൽ സർജറി പോലെയുള്ള മൾട്ടി ഡിസിപ്ലിനറി ഹോസ്പിറ്റൽ മെഡിക്കൽ ടീം ഉള്ള ഒരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? എല്ലാ സൗകര്യങ്ങളും ഉള്ള ഐ ഇതിന്റെ ഉണ്ട്, ENT ഉണ്ട്, ജനറൽ സർജറി ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി മെഡിക്കൽ ടീം ഉള്ള ഒരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനേക്കാൾ ഒരു നോക്കിയേ, ഏതിന്? ഒരു വിഭാഗത്തിലോ അല്ലെങ്കിൽ കേട്ടോ, മോർ ആൻഡ് മോർ റെപ്യൂട്ടഡ് സർവീസസ് ഇൻ വൺ ഡിസിപ്ലിൻ ഓർ അതർ ഒരു വിഭാഗത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണത്തിൽ മാത്രം കോൺസെൻട്രേറ്റ്. സ്പെഷ്യൽ ഹോസ്പിറ്റലുകൾ പറഞ്ഞില്ലേ, ഒരു വിഭാഗത്തിലോ അല്ലെങ്കിൽ മറ്റതിലോ കൂടുതൽ സേവനങ്ങൾ നൽകുന്ന ഹോസ്പിറ്റൽ ഉൾപ്പെടെ അതെന്തായി മാറും? എ പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്. അല്ലെ? അതെല്ലാം, അതായത് മൾട്ടി ഡിസിപ്ലിനറി മെഡിക്കൽ ടീം ഉൾപ്പെടുന്ന ഒരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനേക്കാൾ വൺ ഡിസിപ്ലിൻ, അതായത് ഒരു വിഭാഗത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളതിലോ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷനേക്കാളും അത് ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ്, ഒരു ലാഭേച്ഛ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി മാറും. അങ്ങനെ വരുമ്പോൾ ഈ ഹോസ്പിറ്റലിലെ പ്രോഫിറ്റിനെ മാത്രം ബേസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഓറിയന്റഡ് ആണെങ്കിൽ പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ സർവീസിനേക്കാളും ലാഭം മാത്രം ഉള്ളതാണെങ്കിൽ എന്ത് പറ്റും? അത് ഈ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയല്ലേ? അല്ലെ? പ്രോഫിറ്റ് ഓറിയന്റഡ് ആണെങ്കിൽ അല്ലെ? അങ്ങനെ വരുമ്പോൾ അത് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന വെല്ലുവിളിയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. ഇനി ആ കൺസ്യൂമറിനാണ് സുപ്രീമസി. ആ ഒരു സെന്റൻസ് അവിടെ നോട്ട് ചെയ്തിട്ടാൽ മതി. ബാക്കി ഒരു ഹിസ്റ്ററി പോലെ ഇങ്ങനെ അതിനകത്ത് കൊടുത്തേക്കണേന്നുള്ളൂ കേട്ടോ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, പണ്ടത്തെ ഇതിൽ വെച്ച് നോക്കുമ്പോഴോ ഒത്തിരി മെഡിക്കൽ സയൻസിൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്യും. പണ്ടത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ മെഡിക്കൽ സയൻസിൽ ഒത്തിരി ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടായി. അപ്പോ ഈ ക്ലിനിഷ്യനും ഈ നമുക്ക് ഡയഗ്നോസ് രോഗനിർണയത്തിനും ആ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിനും ഒക്കെ ഇങ്ങനെ പുതിയ പുതിയ എയ്ഡ്സുകള് എന്ത് ചെയ്തു? ഈ ക്ലിനിഷ്യനും പ്രൊവൈഡ് ചെയ്തു. അപ്പൊ എന്താ പറയാ, ക്ലിനിഷ്യനും ആ ഒരു സമയത്ത് ക്ലിനിഷ്യനും കമ്മ്യൂണിറ്റിയും ഒരുപോലെ ആവശ്യപ്പെട്ടു, ഡിമാൻഡ് ചെയ്തു. ഏതാ? പുതിയ ടെക്നോളജി, ആ സാങ്കേതികപരമായ കഴിവുകളിലും ഹോസ്പിറ്റലിലും ഹെൽത്ത് സർവീസിലും വേണമെന്ന് ക്ലിനിഷ്യനും കമ്മ്യൂണിറ്റിയും ഡിമാൻഡ് ചെയ്തു. അപ്പൊ കഴിഞ്ഞ ദശകങ്ങളിൽ ഏകദേശം പകുതിയോളമായിട്ട് നമ്മളിപ്പോ ഇങ്ങനെ കോസ്റ്റ് കൂടിയെങ്കിൽ പോലും ഈ മെഡിക്കൽ കോസ്റ്റ് ഉയർന്നു. എന്തുകൊണ്ടാ? ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ട്. ഹൈ ടെക്നോളജി മെഡിസിനില്, ഡയഗ്നോസ്റ്റിക് സർജിക്കൽ പ്രൊസീജിയറിലൊക്കെ ടെക്നോളജി കൂടിയത് കൊണ്ട് ഒരു ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യുന്നതിനാണെങ്കിലും കോസ്റ്റ് ഉയർന്നു. മെഡിക്കൽ കോസ്റ്റ്
നമ്മൾ ആ ട്രീറ്റ്മെന്റിനൊക്കെ കൊടുക്കുന്ന കോസ്റ്റ് ഉയർന്നു. ഇങ്ങനെ ഈ ഉയർന്ന ചെലവുകൾക്കിടയിൽ പോലും എന്താ അവിടെ ഈ കൊമേഴ്ഷ്യൽ ഫേംസും കോപ്പറേറ്റീവ് ബോഡീസും എന്ത് ചെയ്തു, ഈ ഹോസ്പിറ്റലുകൾ ലോഞ്ച് ചെയ്യാൻ തുടങ്ങി അല്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ ഇതെന്താ പ്രൂവ് ചെയ്യിക്കുന്നത്? This proves that the growing level of healthcare awareness among the people, അല്ലേ. അപ്പൊ ആളുകളില് ഹെൽത്ത് കെയർ അവയർനെസ് ഉണ്ടായി. അപ്പൊ അങ്ങനെയുള്ള സർവീസുകള് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഈ പ്രൈവറ്റ് സെക്ടറിലുള്ള ആളുകള് എന്ത് ചെയ്തു, അത് യൂട്ടിലൈസ് ചെയ്തു. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കൺസ്യൂമറിനാണ് കൂടുതൽ സുപ്രസിദ്ധി കൊടുക്കുന്നത്. ലാസ്റ്റ് പാരഗ്രാഫിലാണ് ശരിക്കും ആ ഒരു ചലഞ്ച് പറഞ്ഞേക്കുന്നത്. അതായത് IENT ജനറൽ സർജറി പോലെയുള്ള മൾട്ടി ഡിസിപ്ലിനറി മെഡിക്കൽ ടീം അത് ഉൾപ്പെടുന്ന ഒരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനേക്കാൾ ഒരു വൺ ഡിസിപ്ലിൻ ഒരു ഇതിൽ മാത്രം ഉൾക്കൊള്ളുന്ന ആ ഒരു provide more and more reputed service in one discipline, ഒരു വിഭാഗത്തിലോ അല്ലെങ്കിൽ മറ്റ് ഒരു ഇതിലൊക്കെ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അത് ഉൾക്കൊള്ളുന്ന ഒരു ഹെൽത്ത് കെയറിനേക്കാളും അത് എന്തായി മാറുന്ന പറഞ്ഞേക്കണേ. ഇങ്ങനെ വരുമ്പോൾ പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയി മാറും. അവിടെ അവര് പ്രോഫിറ്റ് മാത്രമല്ല, ലാഭത്തിന് മാത്രമല്ല, അത് സർവീസിനേക്കാളും അവരെ ആ പ്രോഫിറ്റിനെ ലാഭം മാത്രമാക്കി ഉള്ള ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ എന്താ അങ്ങനെ വരുമ്പോൾ ഈ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന വെല്ലുവിളിയാണ്. ഓക്കെ, പാരഗ്രാഫ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതിൽ നിന്നൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. ഇനി അടുത്തത് നോക്കിയേ, ഇവിടെ ചലഞ്ചസ് ആണ്. ഇതേത് ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും ചോദിക്കും. പേഷ്യന്റ് സർവീസ് ചലഞ്ചിൽ വരുന്നത് ഏത്, ഇന്റേണൽ ചലഞ്ചിൽ ഉൾപ്പെടുന്നത് ഏത്, എക്സ്റ്റേണൽ ചലഞ്ചസിലും ഉൾപ്പെടുന്നത് ഏത്? ഫസ്റ്റത്തെയാണ് പേഷ്യന്റ് സർവീസ് ചലഞ്ചസ്. പേഷ്യന്റ് സർവീസ് ചലഞ്ചസ് അതിനകത്ത് കീഴിൽ വരുന്നത് ഏത് എന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പേഷ്യന്റ് സർവീസ് ചലഞ്ച് അപ്പൊ ആരെ കേന്ദ്രീകരിച്ച? പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള അല്ലെ, പേഷ്യൻസിനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. അവിടെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വെല്ലുവിളികളാണ് ഹോസ്പിറ്റലിൽ വരിക? ഓക്കെ, ക്വാളിറ്റി കെയർ. ഒന്നാമത്തെ കാര്യം എന്താ? ഗുണമേന്മയുള്ള പരിചരണം, നല്ല ക്വാളിറ്റി കെയർ കൊടുക്കണ്ടേ അല്ലേ? നല്ല ക്വാളിറ്റി കെയർ കൊടുക്കണ്ടേ ഹോസ്പിറ്റലില്? ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നൽകുന്ന സർവീസ് ക്വാളിറ്റി ഇല്ല, ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിൽ ഹോസ്പിറ്റൽ നേരിടുന്ന ചലഞ്ച് തന്നെയല്ലേ. അപ്പൊ ആളുകൾ അങ്ങോട്ട് പോണത് കുറയും, ആ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് കുറയും. അപ്പൊ അത് ഹോസ്പിറ്റല് നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് ക്വാളിറ്റി കെയർ. ഒന്നാമത്തെ. രണ്ടാമതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സംതൃപ്തി. അതും ഒരു ഇമ്പോർട്ടന്റ് അല്ലേ. നമ്മൾ ചെല്ലുന്ന പേഷ്യൻസ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ പിന്നീട് നമ്മൾ ചെല്ലുള്ളൂ അങ്ങോട്ട്, അല്ലെങ്കിൽ നമ്മൾ വേറെ ഇത് പോകും. അങ്ങനെ 10 പേര് വന്നു, അത് അവരെ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പിന്നെ ആരും ചെല്ലൂല. അങ്ങനെ വരുമ്പോഴും ഹോസ്പിറ്റൽ നേരിടുന്ന വെല്ലുവിളിയല്ലേ. ഏതുമായി ബന്ധപ്പെട്ട പേഷ്യന്റ് സർവീസിൽ വരുന്നൊരു ഫോൾട്ട് അത്. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സംതൃപ്തി അത് ഇമ്പോർട്ടന്റ് ആണ്. അതും ചലഞ്ചസ് നേരിടുന്ന ഒരു കാര്യമാണ്. അടുത്ത നോക്കിയേ, ന്യൂ ടെക്നോളജി. പുതിയ ടെക്നോളജികള് അതല്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്ന? അങ്ങനെയല്ലേ, നല്ല ടെക്നോളജി ഉള്ളിടത്ത് പോകാനല്ലേ. രോഗനിർണയത്തിനാണെങ്കിലും ഒക്കെ നല്ലൊരു ടെക്നോളജി ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ടെക്നോളജി, അല്ലാതെ പണ്ടത്തെ സിസ്റ്റം വെച്ചിരിക്കുന്നോണ്ട് നമ്മൾ പോകാൻ അത്രയും ഇത് താല്പര്യം കാണിക്കില്ല അല്ലെ. പുതിയ ടെക്നോളജികൾ അപ്പൊ നമുക്ക് കോൺഫിഡന്റ് ആണ് അല്ലെ. നമുക്ക് കറക്റ്റ് എന്താ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുള്ളത് അത്. പിന്നെ സർവീസ് എക്സ്പാൻഷൻ, സേവന വിപുലീകരണം. സർവീസ് എക്സ്പാൻഡ് ചെയ്യുക, ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങള് വിപുലീകരിക്കുക. അതും അല്ലെ നല്ല സർവീസ് ആണ്. അങ്ങനെ ആകുമ്പോഴും നമ്മൾ ഓക്കെയാണ് അല്ലെ. അപ്പൊ അവിടെ അവര് കൊടുക്കുന്ന സർവീസില് അവരൊരു ബാക്കിലേക്കാണെങ്കിൽ അതും എന്താ ഹോസ്പിറ്റൽ നേരിടുന്ന വെല്ലുവിളി തന്നെയാണ്. ഓവർ ക്രൗഡിങ്, അമിത തിരക്ക്. ഓവർ ക്രൗഡിങ്, അമിതമായിട്ടുള്ള തിരക്ക്, അതും ഹോസ്പിറ്റൽ നേരിടുന്ന വെല്ലുവിളി. ഏതുമായി ബന്ധപ്പെട്ടത്? പേഷ്യന്റ് സർവീസ് ചലഞ്ചസിൽ വരുന്ന. ഓക്കെ ആണോ നോക്കിയേ? ക്വാളിറ്റി കെയർ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ന്യൂ ടെക്നോളജി, സർവീസ് എക്സ്പാൻഷൻ, ഓവർ ക്രൗഡിങ്. അപ്പൊ ഇതിനകത്ത് ചോദിക്കുന്നത് എങ്ങനെയാണ് അവിടെ ക്വസ്റ്റ്യൻ വരുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ പേഷ്യന്റ് സർവീസ് ചലഞ്ചസ്?
Which of the following not included in patient service challenges? Clear ആയോ? അതിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനും എന്താണ് പേഷ്യന്റ് സർവീസ് ചലഞ്ചസ്? പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണവുമായി ബന്ധപ്പെട്ട് വരുന്ന വെല്ലുവിളിയാണ് അല്ലെ? നല്ല ക്വാളിറ്റി കെയറിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയ ഹോസ്പിറ്റൽ നേരിടുന്ന വെല്ലുവിളി, പേഷ്യന്റ് സംതൃപ്തി അത് ഓക്കെ അല്ലെങ്കിൽ അത് ഹോസ്പിറ്റൽ നേരിടുന്ന വെല്ലുവിളി, പുതിയ ടെക്നോളജി ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം അല്ലെങ്കിലും അത് ഹോസ്പിറ്റലിൽ ഫേസ് ചെയ്യുന്ന വെല്ലുവിളിയാണ്. പിന്നെ സർവീസ് കൂട്ടുക, പിന്നെ ഓവർ ക്രൗഡിങ്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അടുത്തതാണ് ഇന്റേണൽ ചലഞ്ചസ്. ഇന്റേണൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വരുന്നത് ഇന്റേണൽ ചലഞ്ചസ് ആണ്. ഇന്റേണൽ ചലഞ്ചസ് ഓക്കെ. ക്വാളിറ്റി മാനേജ്മെന്റ്. നമ്മൾ ഓരോ ഇത് നിങ്ങൾ പഠിച്ചില്ലേ? ക്വാളിറ്റി മാനേജ്മെന്റ് ചാപ്റ്റർ തന്നെ പഠിച്ചില്ലേ? മെറ്റീരിയൽ മാനേജ്മെന്റ്, ക്വാളിറ്റി മാനേജ്മെന്റ് ഒക്കെ. ക്വാളിറ്റി മാനേജ്മെന്റ് അത് ക്വാളിറ്റി കാര്യങ്ങള് അത് ഏതാ ഹോസ്പിറ്റലിനുള്ളിൽ വരുന്ന ഒരു സ്ഥലത്താണ് ക്വാളിറ്റി കൈകാര്യം ചെയ്യുക, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത്. കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കോൺസ്ട്രെയിൻസ് എന്താ? ചെലവ് നിയന്ത്രണം. അതുപോലെ സാമ്പത്തിക പരിമിതികള്. ചെലവ് നിയന്ത്രണവും സാമ്പത്തിക പരിമിതികളും. അടുത്തത് നോക്കിയേ, ലീഡർഷിപ്പ് മോട്ടിവേഷൻ. നേതൃത്വ പ്രചോദനം. ലീഡർഷിപ്പ് മോട്ടിവേഷൻ, നേതൃത്വ പ്രചോദനം. ലീഡർഷിപ്പ് മോട്ടിവേഷൻ. എന്താണ്? നേതൃത്വ പ്രചോദനം. ഇനി അടുത്ത നോക്കിയാൽ മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി, IT. പുതിയ രീതിയിലുള്ള IT മേഖലകളിൽ അവിടെ വെല്ലുവിളി നേരിടുക. മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി പേരുകൾ മാത്രം നോക്കിയാൽ മതി അതിന്റെ. അടുത്ത നോക്കി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. മത്സര ബുദ്ധിയുള്ള കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ്. പവർ ക്രേസ്, അധികാര ആവേശം. അടുത്ത് നോക്കിയേ മാൻ പവർ മാനേജ്മെന്റ്. മനുഷ്യശക്തി, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കൈകാര്യം. അത് വലിയൊരു കാര്യമല്ലേ? വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അവിടുത്തെ മാൻ പവർ, ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യണം. ഓരോരോ സ്റ്റാഫുകൾ തിരിക്കണം ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അല്ലെ? ടോപ്പ് ടു ബോട്ടം ലെവല് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണം. ആളുകളെ മാനേജ് ചെയ്യുക, മാൻ പവർ മാനേജ് ചെയ്യുക. അടുത്താണ് ടെക്നോളജി മാനേജ്മെന്റ്. ഫിക്സ്ഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, സ്ഥിരമായ സംഘടനാ ഘടന. ഫിക്സ്ഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ആ ഓർഗനൈസേഷന്റെ ഹോസ്പിറ്റലിന്റെ സ്ട്രക്ചർ അത് ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഇത്രയും ഇന്റേണൽ ചലഞ്ചസിൽ പറഞ്ഞ അപ്പൊ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണതാണോ അല്ലയോ എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതിനൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഈ പേഷ്യന്റ് സർവീസ് ചലഞ്ചസ് ഒക്കെ അല്ലേ? അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാലോ. പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതൊന്ന് ഓർത്ത് വെക്കാം, അത് പഠിക്കാം. ഇനി എക്സ്റ്റേണൽ ചലഞ്ചസും പഠിച്ചു വെച്ചാൽ രണ്ടും അതും എളുപ്പമാണ്. എക്സ്റ്റേണൽ ചലഞ്ചസ് അത് രണ്ടും പഠിച്ചു വെച്ചാൽ ഇന്റേണൽ ചലഞ്ചിൽ വന്നതാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമുക്കറിയാലോ അല്ലേ? ഇതിനകത്ത് ഇല്ലാത്തതല്ലേ അതിനകത്ത് വരികയുള്ളൂ. നിങ്ങളുടെ ഒന്ന് ആലോചിച്ച് വെക്കാം. ഫുള്ള് ബൈ ഹാർട്ട് ചെയ്യണമെന്നില്ല. ഏതെങ്കിലും രണ്ടെണ്ണം തറവായിട്ട് പഠിച്ചു വെച്ചാൽ പിന്നെ അടുത്തത് ചോദിച്ചാലും ഇല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഏതാ വന്നേന്ന്, അതിൽ വന്നതാണോ അല്ലയോ എന്നുള്ളത് കേട്ടോ. അപ്പൊ പേഷ്യന്റ് സർവീസ് ചലഞ്ചസ് പഠിച്ചു വെക്കാം. ഇനി നോക്കിയേ, അടുത്തതാണ് എക്സ്റ്റേണൽ ചലഞ്ചസ്. ഇനി പുറമേ ഉള്ളതാണ്. ഹോസ്പിറ്റൽ
അതിന് പുറമേയുള്ള വെല്ലുവിളികൾ നോക്കിയേ. ബയോമെഡിക്കൽ മാനേജ്മെന്റ് റെഗുലേഷൻ, ബയോമെഡിക്കൽ വേസ്റ്റുകൾ പഠിച്ചില്ലേ? ബയോമെഡിക്കൽ മാനേജ്മെന്റ്, അതിന്റെ നിയന്ത്രണം, ബയോമെഡിക്കൽ മാനേജ്മെന്റ് റെഗുലേഷൻസ്, ബയോമെഡിക്കൽ മാനേജ്മെന്റ് നിയന്ത്രണം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഉപഭോക്തൃ സംരക്ഷണം, കൺസ്യൂമറിന്റെ പ്രൊട്ടക്ഷൻ. അടുത്ത നോക്കിയേ, റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരാവകാശ നിയമം, റൈറ്റ് ടു ഇൻഫർമേഷൻ 2000-ലുള്ള ഒരു ആക്ട് ആണ്. അതായത് നമ്മൾ ആ ഇതേ നമുക്ക് ഭരണനിർവഹണം സംബന്ധിച്ച കാര്യങ്ങൾ അറിയാനായിട്ട് ആ പൊതുജനങ്ങൾക്ക് ഇതിന്റെ ഒരു അവകാശമുണ്ട്. അതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. അവിടുത്തെ ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിൽ സംബന്ധിക്കുന്ന വിവരങ്ങൾ അറിയാനായിട്ട് പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട്. അത് കാണിക്കുന്ന 2005-ലുള്ള ഒരു ആക്ട് ആണ് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ലീഗൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഫാക്ടേഴ്സ്. ലീഗൽ ഇഷ്യൂസ്, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങള്, ധാർമ്മികപരമായിട്ടുള്ള ഘടകങ്ങള്. ലീഗൽ ഇഷ്യൂസ് വരാം, എത്തിക്കൽ, ധാർമ്മികപരമായിട്ടുള്ള ഘടകങ്ങള്. അടുത്ത പബ്ലിക് റിലേഷൻ, പബ്ലിക് റിലേഷൻ. അടുത്തതാണ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, രാഷ്ട്രീയ സ്വാധീനം. ഇതെല്ലാം എക്സ്റ്റേണൽ ചലഞ്ചസിൽ വരുന്നതാണ്. ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇപ്പൊ നിങ്ങള് എക്സ്റ്റേണൽ ചലഞ്ചസും പേഷ്യന്റ് സർവീസ് ചലഞ്ചസും നിങ്ങൾ ഓക്കെ ആക്കി വെക്കുകയാണെങ്കിൽ അപ്പൊ അതിനകത്തുനിന്ന് നമുക്ക് ഇന്റേണൽ ചലഞ്ചസ് ഉൾപ്പെടുന്നതാണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ അറിയാലോ. ഇത് രണ്ടും അല്ലെങ്കിൽ ഇന്റേണൽ ചലഞ്ചസ് ആണ് അല്ലേ? അങ്ങനെ രണ്ടെണ്ണം തറാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് 3 രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റും. അത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് അതിന്റെ കീഴിൽ വന്നത് ഏതൊക്കെയാണെന്ന് ആ പോയിന്റ്സുകളൊന്ന് വായിച്ചാൽ മതി. അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട. എക്സ്റ്റേണൽ ചലഞ്ചസിൽ വന്നത് ഏത് ഐഡന്റിഫൈ ചെയ്യുക, ഇന്റേണൽ ചലഞ്ചസിൽ വന്നത് ഏത്, അല്ലെങ്കിൽ പേഷ്യന്റ് സർവീസ് ചലഞ്ചസിൽ ഉൾപ്പെടുന്നത് ഏത്, അത് മാത്രം ഒന്ന് നോക്കി വെച്ചിരിക്കാം. ഇനി ലാസ്റ്റ് സ്ട്രാറ്റജീസ് ആണ്. ഈ വെല്ലുവിളികൾ പറഞ്ഞല്ലോ, ഈ വെല്ലുവിളികളെ നേരിടാനുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ്. ഈ ചലഞ്ചസിനെ നേരിടാനുള്ള തന്ത്രങ്ങൾ, സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞ തന്ത്രങ്ങൾ. സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ്, ഈ ചലഞ്ചസിനെ നേരിടാനുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയേ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, സാങ്കേതിക മുന്നേറ്റങ്ങൾ, ടെക്നോളജിയിൽ മുന്നേറുക. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, സാങ്കേതിക മുന്നേറ്റങ്ങൾ. അടുത്തതാണ് പവർ ഷെയറിംഗ്, അധികാരം പങ്കിടൽ. പവർ ഷെയറിംഗ്, അധികാരം പങ്കിടൽ. ഓരോ സെക്ഷനായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ അതിന്റെ കൂടുതൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള വെല്ലുവിളികളെ നമുക്ക് നേരിടാൻ പറ്റും. എല്ലാത്തിന്റെ അധികാരം ഒരാൾക്ക് കൊടുക്കാതെ പല സെക്ഷനുകളായിട്ട് അത് ഷെയർ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള അവിടെ വെല്ലുവിളികളെ നമുക്ക് നേരിടാൻ പറ്റും. ഇനി അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്, അവാർഡുകൾ കൊടുക്കാം. നല്ല നല്ല ഇതിന് എന്തെങ്കിലും ചെറിയ ചെറിയ അവാർഡുകൾ കൊടുക്കാം. ഇനി എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പണിഷ്മെന്റും കൊടുക്കാം. അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്. ഇനി ഇൻക്രീസ് എഫിഷ്യൻസി, എന്താണ്? കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. ഇൻക്രീസ് എഫിഷ്യൻസി, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? കാര്യക്ഷമത. കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. ഇൻക്രീസ് എഫിഷ്യൻസി, കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. അടുത്ത നോക്കിയേ, ഇംപ്രൂവ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് കെയർ. ഇംപ്രൂവ് ചെയ്യാൻ, മെച്ചപ്പെടുത്താം പേഷ്യന്റ് സേഫ്റ്റി, പേഷ്യന്റിന്റെ സുരക്ഷയും അതുപോലെ നമുക്ക് കൊടുക്കുന്ന കെയർ, പരിചരണവും മെച്ചപ്പെടുത്തുക. അപ്പൊ കുറെ വെല്ലുവിളികളെ നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഓക്കെ ആവില്ല അങ്ങനെ വരുമ്പോൾ. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള വെല്ലുവിളികളെ നമുക്ക് നേരിടാൻ പറ്റും. എന്താണ്? ഇംപ്രൂവ് ചെയ്യുക പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് കെയർ, പേഷ്യന്റ് സേഫ്റ്റി കെയർ ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യുക. Then developing modern hospital information system, modern hospital information system ഡെവലപ്പ് ചെയ്യുക, വികസിപ്പിക്കുക. മോഡേൺ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, വികസിപ്പിക്കുക. അടുത്ത നോക്കിയ മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസസ്. മാർക്കറ്റിംഗ്, ഇതിന്റെ ഹോസ്പിറ്റൽ സേവനങ്ങളുടെ മാർക്കറ്റിംഗ്.
അടുത്തതാണ് ലീഡർഷിപ്പ് മോട്ടിവേഷൻ, നേതൃത്വ പ്രചോദനം. ലീഡർഷിപ്പ് മോട്ടിവേഷൻ, നേതൃത്വ പ്രചോദനം, ലീഡർഷിപ്പ് കൊടുക്കുക. കരിയർ ഡെവലപ്മെന്റ്, നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള കരിയർ ഡെവലപ്മെന്റ്. അടുത്തതൊക്കെ റീഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ സ്റ്റാഫ്, സ്റ്റാഫുകൾക്കായിട്ടുള്ള റീഓറിയന്റേഷൻ ട്രെയിനിങ്ങുകൾ കൊടുക്കാം. പുനഃക്രമീകരണ പരിശീലനങ്ങള്, ഓരോന്ന് റീഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ പുനഃക്രമീകരണം, അതിനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക. ആർക്ക്? സ്റ്റാഫിന്. റീഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ സ്റ്റാഫ്, റീഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ സ്റ്റാഫ്. അടുത്തതൊക്കെ റീസ്ട്രക്ചറിങ്, പുനഃക്രമീകരണങ്ങൾ നടത്തുക. റീസ്ട്രക്ചറിങ്, പുനഃക്രമീകരണങ്ങൾ നടത്തുക. ദെൻ ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റി, വ്യക്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ. ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? ക്ലിയർ കട്ട്, വ്യക്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുക. ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ്, വ്യക്തമായ ഉത്തരവാദിത്തങ്ങൾ. ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ്, വ്യക്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ. ഓക്കെ ആണോ? നോക്കിയ സ്ട്രാറ്റജീസ് ഏതൊക്കെയാ? ഇതിനകത്ത് നമ്മൾ ഈ ലാസ്റ്റ് സെക്ഷനിൽ രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഏതാണ് സ്ട്രാറ്റജീസ്? ഈ ചലഞ്ചുകളെ നേരിടാനുള്ള സ്ട്രാറ്റജീസ് ഏതൊക്കെയാണോ ഓരോന്നിനും പേഷ്യന്റ് സർവീസ് ചലഞ്ചിലോ അത് ഇന്റേണൽ ചലഞ്ചിലോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ചലഞ്ചസിലോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ ചോദിക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് പോയിന്റ്സ് മാത്രം നിങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഇതൊക്കെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഓൾറെഡി ഓപ്ഷൻസ് അവിടെ ഉണ്ട്. പിന്നെ ഓപ്ഷൻ ഒന്ന് നോക്കിയിട്ട് എന്താ പറയാ, നമ്മളൊന്ന് ഏതാണ് ഇത് ചെയ്യാൻ പറ്റുവാണോ പറ്റൂലയോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. സ്ട്രാറ്റജീസ് ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയേ. ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തേ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഷെയർ ചെയ്യാം. നമ്മൾ നേരെ പോകുന്നത് 11ാമത്തെ ചാപ്റ്റർ ആണ്. എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. വന്ദന മിസ്സിന്റെ റെസ്പോൺസിബിലിറ്റി തീർന്നോ? റെസ്പോൺസിബിലിറ്റീസ് HIS സ്റ്റാർട്ട് ചെയ്തോ? അവിടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തോ ചാപ്റ്റർ മിസ്? ഇല്ല. ഓക്കെ, ഓക്കെ. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എത്ര പേരൊക്കെ പഠിച്ചിട്ടുണ്ട്? കമ്പ്യൂട്ടർ ഒക്കെ പഠിച്ചിട്ടുണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിന് ചോദിക്കാൻ പറ്റും. ഇഷ്ടംപോലെ 1 വേർഡ്സ് ചോദിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. ബേസിക് ആയിട്ട് കമ്പ്യൂട്ടർ, വേഡ്, എക്സൽ, പവർ പോയിന്റ് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? ആരെങ്കിലൊക്കെ ഉണ്ടോ? ഓഫീസ് ബേസിക്, ഡിപ്ലോമയോ? യെസ്. ഓക്കെ, കുറച്ച് പേരൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്തായാലും എന്തായാലും കമ്പ്യൂട്ടർ ഒക്കെ അറിയാല്ലേ? ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണാത്തവരൊന്നും ഇല്ല. ഇന്നിപ്പോ വളരെയധികം ഓഫീസ് ടാലി ഒക്കെ അറിയാം. ഓക്കെ, ടാലി ഒക്കെ അറിയാം അല്ലെ? MS ഓഫീസ് ടാലി ബേസിക് MS ഓഫീസ് മതി. ജസ്റ്റ് കമ്പ്യൂട്ടർ എന്താണ്, അതിനകത്ത് വേഡ്, എക്സൽ, പവർ പോയിന്റ് ഇതൊക്കെയാണ് അതിനകത്ത് MS ഓഫീസിൽ വന്നേ അല്ലെ? MS വേഡ് നമുക്കറിയാം. അപ്പൊ നമ്മൾ ചെറിയൊരു ഷോപ്പിൽ ചെന്നാൽ പോലും നമുക്കിപ്പോ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ? അപ്പൊ നമ്മള് എന്താ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് വെക്കാം. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വളരെയധികം
എന്താ ഒരു ഇമ്പോർട്ടന്റ് ആണ് കമ്പ്യൂട്ടർ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാന്നുള്ളത്. ഇപ്പൊ നമ്മളാണെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് മുതൽ ഓൺലൈനായിട്ടാണ് നമ്മളിപ്പോ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്. നേരെ പോയി ക്യൂ നിന്നൊന്നും ഇല്ല. ഇപ്പൊ എല്ലാരും നമ്മുടെ നേരെ സൈറ്റിൽ കയറുക, ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ കയറുക, ഏത് ഡോക്ടറെയാണോ കാണണ്ടേ, ഡോക്ടർ അവൈലബിൾ ആയിട്ടുള്ള ടൈം എപ്പോഴാണ്, നമുക്ക് പറ്റുന്നത് സ്യൂട്ട് ആയിട്ടുള്ള ടൈം എപ്പോഴാണ്, അതനുസരിച്ച് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്തിടാം, അവിടെ അപ്പോയിന്റ്മെന്റ് എടുത്തിടാം. പിന്നെ നമ്മൾ ഈ ഇതുപോലെ ഹോസ്പിറ്റലിൽ ചെന്നാലാണെങ്കിലും നമുക്ക് ഇപ്പോ എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷൻസ് നമ്മുടെ കയ്യിലേക്ക് എഴുതി തരുന്നുണ്ടോ? പണ്ട് ഡോക്ടർ ഷീറ്റായിട്ട് എഴുതി തരുമായിരുന്നു. അപ്പൊ അതൊന്നും ഇല്ല. നേരെ നമ്മള് ഡോക്ടറിന്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നു, ഡോക്ടർ നോക്കുന്നു, നേരെ സിസ്റ്റത്തിലേക്ക് ടൈപ്പ് ചെയ്യുന്നു, നേരെ നമ്മളോട് പറയും ഫാർമസി ബില്ല് അടയ്ക്കുക, നേരെ ഫാർമസി ചെല്ലുക, മരുന്നുകൾ നമുക്ക് കളക്ട് ചെയ്യാം. അല്ലാതെ ഒരു ഷീറ്റ് കൊണ്ടുപോയി കൊടുത്ത് അത് നോക്കിയൊന്നും വേണ്ട. നേരെ നമ്മൾ ഇവിടെ നിന്ന് ചെല്ലുമ്പോഴേ ഫാർമസിയില് മരുന്ന് അവരെടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നേരെ ആ ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷൻസ് നേരെ ഫാർമസിയിലെത്തി അവരത് നോക്കി കറക്റ്റ് ആയിട്ട് മരുന്നുകൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. നമുക്ക് അവിടെ നിന്ന് ഏത് കളക്ട് ചെയ്യാം. ഈ കമ്പ്യൂട്ടർ വന്നോടുകൂടി, അതുപോലെ നമ്മളാണെങ്കിലും എന്തെങ്കിലും ലാബ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ ഇതൊക്കെ റേഡിയോളജി ഇപ്പൊ എക്സ്റേ ഇതൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇപ്പൊ ഫ്രീയിൽ നമുക്ക് ആ ഷീറ്റ് നമുക്ക് നേരെ തന്നില്ല അല്ലേ. നമ്മളിവിടെ എക്സ്റേയിൽ ചെല്ലുന്നു, എക്സ്റേ എടുക്കുന്നു, നേരെ ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോഴേ ഡോക്ടറിന്റെ സിസ്റ്റത്തില് ആ ഇത് എക്സ്റേയുടെ റിസൾട്ട് അവിടെ കിട്ടിക്കഴിഞ്ഞു അല്ലേ. എന്നുവെച്ചാൽ കമ്പ്യൂട്ടർ വന്നോടുകൂടി നമുക്കിപ്പോ നമ്മളാ ഫ്രണ്ട് ഓഫീസിലൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ ഈ എന്താ പറയാ ഒത്തിരി നമുക്ക് കാര്യങ്ങൾ അക്യുറേറ്റ് ആയിട്ടും അതുപോലെ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാത്ത രീതിയിൽ പെട്ടെന്ന് നമുക്കിപ്പോ ബില്ലിങ് തന്നെ നമുക്കിപ്പോ ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് പോകുന്നത് നമുക്ക് പെട്ടെന്ന് എല്ലാരും ബില്ലിംഗ് ഒക്കെ ഓക്കെ ആയി സെറ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് പോരാൻ പറ്റും. ഒത്തിരി അഡ്വാൻറ്റേജുകൾ ഉണ്ട് നമ്മൾ എന്തായാലും ഈ കമ്പ്യൂട്ടർ ഹോസ്പിറ്റലിലേക്ക് വന്നതോടുകൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ കുറച്ച് കാര്യങ്ങള്, വേഡ്, എക്സൽ, പവർ പോയിന്റ്, അങ്ങനെ ഓരോ സെക്ഷനിലും ഈ കമ്പ്യൂട്ടറിന്റെ ആപ്ലിക്കേഷൻസ് എവിടേക്കാണ് അല്ലെങ്കിൽ എന്തിനൊക്കെയാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സെക്ഷൻ പഠിക്കാനുണ്ട് കേട്ടോ. പിന്നെ അതിനകത്ത് നമുക്ക് പിന്നെ കുറച്ച് ഈ ഓൺലൈൻ സെക്യൂരിറ്റി അങ്ങനെ ഒരു 2-3 സെക്ഷനുകളാണ് ഈ ചാപ്റ്ററിൽ കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിടാം. നമുക്ക് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം, അടിസ്ഥാനപരമായിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ എന്താ? കമ്പ്യൂട്ടർ ആർ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്. ഇലക്ട്രോണിക് ഉപകരണമാണ് അല്ലെ, ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ്. ദാറ്റ് പ്രോസസ് ആൻഡ് സ്റ്റോർ ഡിജിറ്റൽ ഡേറ്റ. എന്താ? ദാറ്റ് പ്രോസസ് ആൻഡ് സ്റ്റോർ ഡേറ്റാസ് ഡിജിറ്റൽ ആണ്. ഡിജിറ്റൽ ഡേറ്റാസ് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കും, പ്രോസസ്സുകൾ ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. നമ്മളിപ്പോ നേരെ ചെന്ന് നമ്മുടെ നമ്പർ അവിടെ അടിച്ചു കൊടുത്താൽ മതി. നമ്മുടെ മടി നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞു. നമ്മുടെ ഫുള്ള് ഡീറ്റെയിൽസും അവിടെ ഓൾറെഡി സ്റ്റോർഡ് ആണ്, കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ് നമ്മുടെ ഡേറ്റാസ് എല്ലാരും. അല്ലാതെ ഓരോ പ്രാവശ്യം നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ നമ്മുടെ പേരും അഡ്രസ്സും ഇങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കണ്ട. ഒരു പ്രാവശ്യം നമ്മൾ ചെല്ലുക, നമ്മൾ അവിടെ എന്താ പറയാ അപ്പോയിന്റ്മെന്റ് എടുക്കുക, നമ്മൾ നമുക്ക് അവിടെ ID MRD നമ്പർ തരും. പിന്നെ നമ്മൾ പോകുമ്പോൾ നമ്മളെ അറിയപ്പെടുന്ന ആ നമ്പറിലാണ്. ആ നമ്പർ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ, ആ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യും. അപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ എന്താണ്? ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ്. ദാറ്റ് പ്രോസസ് അവിടെ പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അതുപോലെ ആൻഡ് സ്റ്റോർ ദ ഡിജിറ്റൽ ഡേറ്റ, ഡേറ്റാസ് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അങ്ങനെയുള്ള ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ് കമ്പ്യൂട്ടർ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ഇനി ഈ കമ്പ്യൂട്ടറിന് 2 ഭാഗങ്ങളുണ്ട്. ദേ കൺസിസ്റ്റ് ഓഫ് 2 ഭാഗങ്ങളാണ്, ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ കമ്പോണന്റ്. ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കമ്പോണന്റ് that work together to carry out various tasks. ഉണ്ടോ? അപ്പൊ പല പല ടാസ്കുകൾ എങ്ങനെയാ അത് പ്രവർത്തിക്കുന്നത്? 2 കമ്പോണന്റ് ആ കമ്പ്യൂട്ടറിനുള്ളത്. ഏതൊക്കെയാ പേരുകള്? ഹാർഡ്വെയർ കമ്പോണന്റും ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ 2 ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് അവിടെ പല ടാസ്കുകള് എന്ത് ചെയ്യുന്നത്. കണ്ടോ? ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ എന്ന് വെച്ചാൽ എന്താ?
കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ എന്ന് പറഞ്ഞേക്കാം ഫിസിക്കൽ കമ്പോണന്റ് ആണ്. ഒന്നേ അവിടെ താഴെ പറയുന്നുണ്ട്, താഴെ നിങ്ങൾക്ക് ഓരോന്നും അതിന്റെ ഓരോ പാർട്സുകളും പറയുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും വന്നിട്ടുണ്ട്. ഇപ്പൊ നോട്ട് ചെയ്യണമെന്നില്ല. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കമ്പോണന്റ് ആണ്, ഭൗതികമായിട്ടുള്ള ഘടകങ്ങളാണ്. CPU, അതുപോലെ തന്നെ നമ്മള് മെമ്മറി, സ്റ്റോറേജ് ഡിവൈസ്, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, ഇങ്ങനെ ആ ഫിസിക്കൽ നമ്മൾ കാണുന്ന ഫിസിക്കൽ കമ്പോണന്റ് ആണ് ഹാർഡ്വെയർ. ക്ലിയർ ആണോ? നമ്മൾ നേരെ കാണുന്ന CPU ഒക്കെ നമുക്ക് കാണാൻ പാടില്ലേ? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. CPU, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകള്, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസുകള്, ഇതെല്ലാം ഏതാണ്? ഹാർഡ്വെയർ ആണ്, ഫിസിക്കൽ കമ്പോണന്റ്. അത്രയൊന്നും നോട്ട് ചെയ്യാണ്. ഹാർഡ്വെയർ എന്താണ്? ഫിസിക്കൽ കമ്പോണന്റ് ഓഫ് എ കമ്പ്യൂട്ടർ. ആൻഡ് സോഫ്റ്റ്വെയർ, പിന്നെ എന്താ ഉള്ളത്? സോഫ്റ്റ്വെയർ ഉണ്ട്. സോഫ്റ്റ്വെയർ എന്താണ്? പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറിലെ പ്രോഗ്രാമുകള്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രവർത്തന, ഇതൊക്കെയാണ് ഏതില് വരുന്നത്? സോഫ്റ്റ്വെയറിൽ വരുന്നത്. വിൻഡോസ്, നമ്മളിപ്പോ ഇതില്ലേ MS Word, Excel, അങ്ങനെ ആ വിൻഡോ, അതൊക്കെയാണ് ഏത് വരുന്നത്? സോഫ്റ്റ്വെയർ കമ്പോണന്റ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ എന്താണ്? പ്രോഗ്രാംസും ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമാണ് ഏത്? സോഫ്റ്റ്വെയർ. അത്രയും മനസ്സിലായോ? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ്. അവിടെ പല പ്രോസസ്സുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡേറ്റാസ് എന്ത് ചെയ്യുന്നു? ഡിജിറ്റൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്ന പല പ്രോസസ്സുകൾ നടത്തുന്ന ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ്. ഇനി ഈ കമ്പ്യൂട്ടറിന് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഹാർഡ്വെയറും ഉണ്ട്, സോഫ്റ്റ്വെയറും ഉണ്ട്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഫിസിക്കൽ കമ്പോണന്റ് ആണ്, ഭൗതിക ഘടകങ്ങൾ. നമ്മൾ പുറമേ കാണുന്നില്ലേ? CPU, മോണിറ്റർ, മൗസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളൊക്കെ ഇല്ലേ? ഇൻപുട്ട് ഡിവൈസസ്, കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന കീബോർഡ്, മൗസ്, അതുപോലെ തന്നെ പ്രിന്റർ, ഇതൊക്കെ നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസുകൾ. അത് ഓരോന്നും ഡീറ്റെയിൽ നമുക്ക് പഠിക്കാം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് ഭൗതിക ഘടകങ്ങൾ, ഫിസിക്കൽ കമ്പോണന്റ് ആണ് ഏത്? ഹാർഡ്വെയർ. ഇനി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെയാണ്. പ്രോഗ്രാംസുകളും, ഓരോ പ്രോഗ്രാമും, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതാണ് സോഫ്റ്റ്വെയർ. ഇനി the fundamental components of the computer consist of a central processing unit. അതിന്റെ ഫണ്ടമെന്റൽ കമ്പോണൻസ് ആട്ടോ. ഏതൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ കമ്പോണൻസ് നോക്കി വെക്കാം. ഏതൊക്കെയാണ്? CPU. CPU എന്താ? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. അവിടെ നോട്ട് ചെയ്തോ? എക്സ്പാൻഡ് ഫോം ആയിട്ട് ചോദിക്കാം. CPU, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ഓരോന്നും ഡീറ്റെയിൽ ഞാൻ അന്നേരം പറയാം കേട്ടോ. ഓരോ ഭാഗവും നമുക്ക് പഠിക്കാനുണ്ട്. CPU. പിന്നെ മെമ്മറി, ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് സ്റ്റോറേജ് ഡിവൈസസ്. ഇത്രയാണ് ഫണ്ടമെന്റൽ കമ്പോണൻസ്. പേരുകളൊന്ന് പഠിച്ചു വെച്ചേ. CPU, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകള്, സ്റ്റോറേജ് ഡിവൈസസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, സ്റ്റോറേജ് ഡിവൈസസ്, ഇതൊക്കെയാണ് ഫണ്ടമെന്റൽ കമ്പോണൻസ്. CPU ഒക്കെ. ഇനി the CPU is set to the brain of the computer. എല്ലാ എക്സാമിനും തന്നെ ചോദിക്കാം നമുക്ക്. ഏതാണ് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നത്? ഏത് കമ്പോണന്റ് ആണ്? ബ്രെയിൻ CPU ആണ്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചത്. CPU is said to be the brain of the computer. ഇനി ഈ CPU എന്താ ചെയ്യുന്നേ? is responsible for carrying out instructions and performing calculations. നിർദ്ദേശത്തിനനുസരിച്ച് അവിടെ കാൽക്കുലേഷൻസ് ഒക്കെ നിർവഹിക്കുന്നു അല്ലെ? നിർദ്ദേശങ്ങള് ഓരോ ഇതിന് അവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അത് നടപ്പിലാക്കുകയും അതുപോലെ കാൽക്കുലേഷൻസ്, കണക്ക് കൂട്ടല് നടത്തുകയൊക്കെ ചെയ്യുന്നു. അതാണ് നമ്മള് ബ്രെയിൻ എന്ന് പറയുന്നത്. CPU-നെ അവിടെ എന്താ ചെയ്യുന്ന? ക്യാരി ഔട്ട് ഇൻസ്ട്രക്ഷൻസ്. നമ്മളിപ്പോ എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കുകയാണെങ്കിൽ അത് നടപ്പിലാക്കുകയും അതുപോലെ നമ്മൾ കൊടുക്കുന്ന കാൽക്കുലേഷൻസ് നിർവഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് CPU-നെ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്നു. അണ്ടർലൈൻ ചെയ്തോട്ടെ. അത് റെസ്പോൺസിബിൾ ഫോർ ക്യാരിങ് ഔട്ട് ഇൻസ്ട്രക്ഷൻ ആൻഡ് പെർഫോമിംഗ് കാൽക്കുലേഷൻ. ഇനി മെമ്മറി എന്താ? മെമ്മറി സ്റ്റോർ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്.
and perform calculation. Memory data അത് ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യുന്നത് ആരാണ്? മെമ്മറി. അണ്ടർലൈൻ ചെയ്തോ? Memory stores data. Dart stores data and the instruction and performs calculation. അങ്ങനെ ചോദിക്കാൻ ആരാണ്? Memory. Memory stores data and the instruction and performs calculation. Then memory stores data and the instruction that the CPU requires to access quickly. CPU-നെ നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് ഒക്കെ വേഗത്തിൽ അസസ് ചെയ്യാൻ ആവശ്യമായ നമുക്ക് വേഗത്തിൽ അസസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡേറ്റാസും നിർദ്ദേശങ്ങളും മെമ്മറി എന്ത് ചെയ്യുന്നു? മെമ്മറി സ്റ്റോർ ചെയ്യുന്നത് ഉണ്ടോ? മെമ്മറി സ്റ്റോർ നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്. മെമ്മറി സ്റ്റോർസ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. എന്തിനാ? വാട്ട് ദ CPU requires to access quickly. CPU-ന് വേഗത്തിൽ അസസ് ചെയ്യാൻ CPU-ന് വേഗത്തിൽ കൊടുക്കാൻ അസസ് ചെയ്യാനായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ഡേറ്റാസും ഇൻസ്ട്രക്ഷനും സ്റ്റോർ ചെയ്യുന്നത് മെമ്മറിയിലാണ്. ഓക്കെ, ഇനി അടുത്തത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് മേക്ക് ദ യൂസർ ഏബിൾ ടു ഇന്ററാക്ട് വിത്ത് ദ കമ്പ്യൂട്ടർ such as through a keyboard and mouse. ഇനി കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങള് നമ്മൾ കൊടുക്കുന്നതാണ് ഇൻപുട്ട് ഡിവൈസസ്. ഇൻപുട്ട് ഡിവൈസസ് ഏതാ? ഒരു എക്സാമ്പിൾ പറയോ? ഇൻപുട്ട് കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അകത്തേക്ക്, കമ്പ്യൂട്ടറിന്റെ അകത്തേക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ കീബോർഡ് മൗസ് ഒക്കെ അല്ലെ? കീബോർഡ് മൗസ് ഒക്കെ ഇൻപുട്ട് ഡിവൈസസ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ എന്ന വിവരങ്ങൾ നമുക്ക് കിട്ടാൻ ഏതിൽ കൂടിയാണ് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്? പ്രിന്റർ വഴി അല്ലെ? പ്രിന്റർ ആയിട്ടൊക്കെ നമുക്ക് കിട്ടൂലേ? അതൊക്കെയാണ് ഏത്. പിന്നെ അതുപോലെ മോണിറ്ററിൽ കൂടെ നമ്മൾ കാണുന്നില്ലേ? കമ്പ്യൂട്ടർ നമുക്ക് തരുന്നതാണ്. ഇങ്ങോട്ടേക്ക് ഇൻഫർമേഷൻ ഔട്ട്പുട്ട് ആണ്. കമ്പ്യൂട്ടറിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നതാണ് ഔട്ട്പുട്ട് ഡിവൈസുകൾ. അതിന് എക്സാമ്പിൾ ആണ് ഇത് മോണിറ്ററും പ്രിന്ററും. രണ്ടുപേരും നോട്ട് ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളൂ. എല്ലാവരും മാക്സിമം ക്ലാസ്സിൽ കയറുക കേട്ടോ. ഇതിപ്പോ നമുക്ക് ഈ എക്സാമിന് വേണ്ടി മാത്രമല്ല, ജനറൽ ആയിട്ട് നമ്മളിപ്പോ കമ്പ്യൂട്ടറിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.